ജയശ്രീ അകത്ത്, ജാമ്യമില്ല. ഹൈക്കോടതി കൊണ്ട് ജാമ്യം കൊടുത്തപ്പോൾ പറഞ്ഞു സെഷൻസ് കോടതി കൊണ്ട് കൊടുക്കാൻ. സെഷൻസ് കോടതി കൊടുത്തപ്പോൾ പറഞ്ഞു ഇനി ജാമ്യമൊന്നുമില്ല, അകത്ത് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ചന്ദനക്കുറിയിട്ട ചിരിച്ചുകൊണ്ട് എല്ലാ തോന്നിവാസങ്ങൾക്കും ചെമ്പിനെ വെള്ളിയാക്കി, വെള്ളിയെ സ്വർണ്ണമാക്കി, ചെമ്പിനെ സ്വർണ്ണമാക്കി വിട്ട ഫയലിൽ കൃത്യമായി ഒപ്പിടുകയും മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഫയൽ വിടുകയും ചെയ്ത് മോണിറ്റർ ചെയ്ത ജയശ്രീ ചേച്ചി അകത്ത്. രണ്ടാമതിനി പത്മകുമാറാണ് ഇനി അടുത്ത് നിൽക്കുന്ന വിക്കറ്റ്. പത്മകുമാറിനെ SIT-കാർ വിളിച്ചപ്പോൾ പത്മകുമാർ പറഞ്ഞു ഇപ്പം സൗകര്യമില്ല, എൻ്റെ ബന്ധു മരിച്ചുപോയി, ഇപ്പോൾ ഒക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ SIT പറഞ്ഞു ബന്ധു മരിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ കള്ളനാണ്, കൊള്ളക്കാരനാണ്, മോഷ്ടാവാണെന്നാണ് ബാക്കി വാസുവും ടീമും പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് വന്നേ പറ്റൂ, വേറെ ഒരു ന്യായവും നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഇതിനിടയിലാണ് നമ്മുടെ ശശികല മാഡത്തിൻ്റെ ശശികല ചേച്ചിയുടെ ഒരു കമൻറ്റ് വന്നു. എന്താ കമൻറ്റ്? 2018 കൊട്ടാരക്കര ജയിലിൽ കിടക്കേണ്ടി വന്ന ഹിന്ദു മതവിശ്വാസികളുടെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതാക്കളെയും പിന്നെ അതുപോലെ തന്നെ ഇവരെയും സുരേന്ദ്രനെയും BJP-യുടെ നേതാവ് അന്നത്തെ പ്രസിഡന്റ് അന്നത്തെ നേതാവായിരുന്ന K. സുരേന്ദ്രനെയും, അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടില്ല, K. സുരേന്ദ്രനെയും അതുപോലെ തന്നെ പിന്നെ ശോഭാ സുരേന്ദ്രനെയും ശശികല ടീച്ചറിനെയൊക്കെ ഓർമ്മയുണ്ടോ? നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ അമ്മൂമ്മയാന്ന് തോന്നുന്നു, അമ്മൂമ്മ ദഭകി അന്തർജനത്തിനെ പിടിച്ച് കേസെടുത്തപ്പോൾ ഓർമ്മയുണ്ടോ? അപ്പോൾ അയ്യപ്പൻ തിരിച്ചു കൊടുക്കില്ലേ? തിരിച്ചു കൊടുത്തു. ഒരു കാവ്യനീതി തിരിച്ചു വന്നു. അങ്ങനെ കൊട്ടാരക്കര ജയിലിൽ വാസു കിടക്കുന്നു. CPM-ന്റെ ശക്തനായ കോടാലി, വലിയ വ്യക്തി കിടക്കുന്നു. അടുത്ത് ഇനി കിടക്കാനും കയറാനും കിടക്കുന്നത് പത്മകുമാറാണ്. അത് കഴിഞ്ഞാൽ PS പ്രശാന്ത്. ഇത്രയും പേർ ജയിലിലാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സ്വർണ്ണപ്പാളിയുടെയും കട്ടളയുടെയൊക്കെ യഥാർത്ഥ സ്ഥിതി എന്തെന്നറിയാൻ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് SIT-കാരോട്. അതിനുള്ള അനുവാദം തന്ത്രിയോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്ത്രി അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പണിയും നടക്കും. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായ ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല തമാശയാണ്, ലോക തമാശയാണ്, ലോക ഉഡായിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല അയ്യപ്പൻ്റെ സ്ത്രീകളെ അവിടെ കയറ്റണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയേക്കാൾ ആവേശത്തിൽ നിന്നത് വാസുവാണ്. വാസുവോട് സ്ത്രീകളെ കയറ്റിയിട്ട് അടങ്ങുള്ളായിരുന്നു. വലിയ ആവേശമാണ് പെട്ടത്. ചാനലുകളിലൊക്കെ വന്നിരുന്ന് വലിയ ബഹളമാണ് ഉണ്ടാക്കിയത്. ആ വാസു ഇതാ കൊട്ടാരക്കര ജയിലിൽ കൊതുകൊണ്ടെന്ന് തോന്നുന്നു, കൊതുകും കടിച്ചങ്ങനെ കിടക്കുകയാണ്. ഇനി റിമാൻഡിലുണ്ട്, കസ്റ്റഡിയിലുണ്ട്, ഇനിയിപ്പോൾ തെളിവെടുപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. അടുത്ത് പത്മകുമാർ റെഡിയായിട്ടുണ്ട്. ജയശ്രീ ഉടനെ തന്നെ ജയിലിൽ കിടക്കുന്നതാണ്. എല്ലാ ദേവസ്വം ബോർഡിൻ്റെ ഒരുപാട് ഉദ്യോഗസ്ഥർ ജയിലിൽ പോകുന്നതാണ്. എന്തായാലും അയ്യപ്പനോട് കളിച്ചതിൻ്റെ കളി നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് ജയിലിൽ കയറാനെന്ന് അറിയില്ല. വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി പോറ്റിയവരെല്ലാം ഒന്നൊന്നായി അകത്താവുകയാണ്. എൻ്റെ പൊന്നയ്യപ്പ, അടുത്ത വിക്കറ്റ് ഏതാണ്?